ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ടീച്ചേഴ്സ് ഹെൽപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ഒരു ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. മഹാസമുദ്രങ്ങളെക്കുറിച്ചുള്ള ഒരു ടോപ്പിക്ക്. പല ടോപ്പിക്കുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് പരീക്ഷകളുടെ ഇടയിൽ അത് ഓർത്തു വയ്ക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് പരീക്ഷ ടൈമിൽ അത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അവ ഓർത്തു വയ്ക്കാനുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ചർച്ച ചെയ്യുന്നത് മഹാസമുദ്രങ്ങളെക്കുറിച്ചാണ്. പലർക്കും മഹാസമുദ്രങ്ങളുടെ പേരെല്ലാം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കാൻ അറിയാം. പക്ഷേ അവയിൽ ഏതാണ് വലിപ്പമുള്ളത്, വലിപ്പത്തിൻ്റെ ക്രമത്തിൽ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ പരസ്പരം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനെ ഒരു കോഡിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ് ഇന്ന് ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ചെയ്യുന്നത്. മഹാസമുദ്രങ്ങളെ വലിപ്പത്തിൻ്റെ ക്രമത്തിൽ ഓർത്തു വയ്ക്കാനുള്ളൊരു കോഡ്. നമുക്കിനി കോഡ് എന്താണെന്ന് നോക്കാം. കോഡ് ഇങ്ങനെയാണ്: പൈസ. എന്താണ് കോഡ്? മഹാസമുദ്രങ്ങളെ വലിപ്പത്തിൻ്റെ ക്രമത്തിൽ ഓർത്തു വയ്ക്കാനുള്ള കോഡാണിത്. എന്താണ്? പൈസ. PAISA. പൈസ എന്നതാണ് മഹാസമുദ്രങ്ങളെ വലിപ്പത്തിൻ്റെ ക്രമത്തിൽ ഓർത്തു വയ്ക്കാനുള്ള കോഡ്. ഓർത്തു വയ്ക്കുക എളുപ്പമുള്ള കോഡാണ് അല്ലേ, പൈസ. അപ്പോൾ എന്താണ് കോഡ്? പൈസ അല്ലേ. ഇനി ആ കോഡുമായി ബന്ധപ്പെട്ട മഹാസമുദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. നോക്കിയേ, PAI, പൈസയുടെ പി പറയുമ്പോൾ എന്താണ്? പസഫിക് സമുദ്രം. പി എന്ന് പറഞ്ഞാൽ പസഫിക് സമുദ്രം. അടുത്തത് എന്താണ്? അറ്റ്ലാന്റിക് സമുദ്രം. ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രം. ഐ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം. പിന്നെയോ സതേൺ സമുദ്രം. പിന്നെ ഏതാണ്? ആർട്ടിക് സമുദ്രം. ഏതൊക്കെയാണ്? പൈസ പറയുമ്പോൾ പി പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഐ ഇന്ത്യൻ മഹാസമുദ്രം, സതേൺ സമുദ്രം, ആർട്ടിക് സമുദ്രം. മനസ്സിലായോ? ഇതാണ് സമുദ്രങ്ങൾ വലിപ്പക്രമത്തിൽ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എഴുതുക. എങ്ങനെയാണ്? വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലുത് ഏതാണ്? പസഫിക് സമുദ്രമാണ്. അതിൻ്റെ തൊട്ട് താഴെ അറ്റ്ലാന്റിക് സമുദ്രം, പിന്നെ തൊട്ട് താഴെ ഇന്ത്യൻ മഹാസമുദ്രം, സതേൺ സമുദ്രം അതിൻ്റെ തൊട്ട് താഴെ. അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ്? ആർട്ടിക് സമുദ്രം. മനസ്സിലായോ? അപ്പോൾ എളുപ്പം ഓർത്തു വയ്ക്കാൻ പറ്റിയൊരു കോഡാണ് മഹാസമുദ്രത്തിനെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുന്നത്. പൈസ. എന്താണ്? പൈസ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് അധിക വിവരങ്ങളൊന്ന് പരിശോധിച്ചാലോ. സമുദ്രങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് എന്താ പേര് പറയാന്നറിയോ? സമുദ്രത്തിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ഓഷ്യാനോഗ്രാഫി. ഏതാണ്? ഓഷ്യാനോഗ്രാഫിയാണ് സമുദ്രങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര്. ഓഷ്യാനോഗ്രാഫി എന്നതാണ് സമുദ്രങ്ങളെക്കുറിച്ചുള്ള പഠനശാഖയ്ക്ക് പറയുന്ന പേര്. അപ്പോൾ ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ള സമുദ്രം ഏതാണെന്നറിയോ? പസഫിക് സമുദ്രമാണ്. പസഫിക് സമുദ്രമാണ് ഏറ്റവും വലിയ സമുദ്രം അല്ലേ. ആ പസഫിക് സമുദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ള സമുദ്രം. അത് ഓർത്തു വയ്ക്കാൻ ഇങ്ങനെ ആലോചിച്ചാൽ മതി. പസഫിക് സമുദ്രമാണ് ഏറ്റവും വലിയ സമുദ്രം. അപ്പോൾ നിറയെ സ്ഥലം ഉണ്ടാവും അല്ലേ. ആ നിറയെ സ്ഥലത്ത് എന്താണ്? നിറയെ ദ്വീപുകളുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ദ്വീപുകളുടെ സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രമാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്ന സമുദ്രം ഏതാണെന്ന് ചോദിച്ചാലും പസഫിക് സമുദ്രം തന്നെയാണ്. ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്ന സമുദ്രം ഏത്? അതും പസഫിക് സമുദ്രമാണ്. അതുപോലെ ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ഏതാണ്? അതും പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തമാണ്. ഏതാണ്? ചലഞ്ചർ ഗർത്തമാണ് ഭൂമിയിലെ തന്നെ ഏറ്റവും ആഴമേറിയ ഭാഗം. എത്ര വലിപ്പമുള്ള, എത്ര ആഴത്തിലുള്ള ഗർത്തമാണെന്നറിയോ? അത് 11,033 മീറ്റർ ആണ്. എത്രയാണ്? 11,033 മീറ്റർ ആണ് പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തത്തിൻ്റെ ആഴം. ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തം. പിന്നെ അതുപോലെ തന്നെ ടൈറ്റാനിക് കപ്പൽ ദുരന്തം നടന്ന സമുദ്രം ഏതാണ് ചോദിച്ചാൽ അത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. ടൈറ്റാനിക് കപ്പൽ ദുരന്തം നടന്ന സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രമാണ്. അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ഏതാണ് ചോദിച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു സമുദ്രം ഏതാണ് ചോദിച്ചാൽ അത് ഇന്ത്യൻ മഹാസമുദ്രമാണ്.
അപ്പോൾ മനസ്സിലായാലും ഏതൊക്കെയാണ് സമുദ്രങ്ങളെക്കുറിച്ചുള്ള പഠനം? ഓഷ്യാനോഗ്രാഫി, ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ള സമുദ്രം പസഫിക് സമുദ്രം, ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്ന സമുദ്രം പസഫിക് സമുദ്രം തന്നെയാണ്. ഭൂമിയിൽ ഏറ്റവും ആഴമേറിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തമാണ്. 11,033 മീറ്ററാണ് ചലഞ്ചർ ഗർത്തത്തിൻ്റെ ആഴം. അതുപോലെ തന്നെ ടൈറ്റാനിക് കപ്പൽ ദുരന്തം നടന്ന സമുദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. അതുപോലെ ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യൻ മഹാസമുദ്രം. അപ്പോൾ ഇത്രയുമാണ് മഹാസമുദ്രങ്ങളെക്കുറിച്ചുള്ള ഈ കൊച്ചു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബായ്.